വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽ വെള്ളരിക്കുണ്ടിലും ജനുവരി 26 മുതൽ ഈരാറ്റുപേട്ടയിലും നടന്നു വന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന വന്യജീവി അക്രമങ്ങൾ തടയാൻ ശാസ്ത്രീയവും സുസ്ഥിരവുമായ നടപടികൾ ആവശ്യപ്പെട്ടാണ് ഈരാറ്റുപേട്ടയിൽ കർഷക സമരം നടത്തിയത്. 12 ദിവസമായി നിരാഹാരം നടത്തി വന്ന കർഷക സ്വരാജ് സമരസമിതി നേതാവ് സണ്ണി പൈകടയ്ക്ക് മുതിർന്ന കർഷകനായ ഔസേപ്പച്ചൻ മടുക്കാങ്കൽ കരിക്ക് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. ഇതിന്റെ സംഘാടക രംഗത്ത് പ്രവർത്തിച്ച സുഹൃത്തുക്കൾ തീർച്ചയായും ഈ പ്രശ്നത്തിന്റെ സവിശേഷമായ ഒരു പ്രാധാന്യമാണ് പോരാട്ടത്തിന്റെ സമരത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്താൻ പ്രേരണയായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനകീയ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല പോരാട്ടങ്ങളുടെ ഭാഗമായി ഒരു ഘട്ടത്തിൽ ഈ ഒരു വിധത്തിലുള്ള അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി അല്ലെങ്കിൽ അതിനുള്ള ഒരു നിലയ്ക്കുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടെയാണ് ഈ ഒരു നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് നേരെ സംസ്ഥാന സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തതെന്ന് സമരസമിതി ആരോപിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഉണ്ണിക്കുഞ്ഞ് വെള്ളിക്കുന്നേൽ, ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീകല ആർ, DCC അംഗം അഡ്വക്കേറ്റ് ജോമോൻ ഐക്ര, ജോർജ് കുട്ടി കടപ്പളാക്കൽ, VM അബ്ദുള്ള ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു.